സുരഭി ലക്ഷ്മി. കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി സ്വദേശിനിയായ സുരഭി ലക്ഷ്മി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ BA ഭരതനാട്യം വിദ്യാർത്ഥിനിയാണ്. അമ്മേ അമ്മേ, ഇതാണ് എൻ്റെ അമ്മ രാധമ്മ. വീട്ടിലാരെയും വന്നു പോയാലും സ്കൂളിൽ നിന്ന് മാഷന്മാരെയും ടീച്ചറെയൊക്കെ വന്ന് അനുകരിച്ച് കാണിച്ചു. ചെറുപ്പത്തിൽ തന്നെ അഭിനയത്തോടും നൃത്തത്തോടും ആഭിമുഖ്യം പുലർത്തിയിരുന്ന സുരഭിക്ക് സ്കൂൾ കോളേജ് തലങ്ങളിൽ നിരവധി സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ വന്നതിന് ശേഷമാണ് എന്താണ് റിയൽ ആക്ടിങ്, എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സംഭവം എനിക്ക് മനസ്സിലായത്. അല്ലാതെ നമ്മൾ സ്കൂളിലൊക്കെ അഭിനയിക്കുന്നു, ഒരു നാടകം കളിക്കുന്നു, അത് കളിച്ചു കഴിഞ്ഞ് അതങ്ങ് തീർന്നു. പക്ഷേ ഇപ്പോൾ കുറേ ഔട്ടാവാത്തത് കൊണ്ട്, ഇപ്പോൾ ഔട്ടാവാതെ എങ്ങനെ നിൽക്കുന്നത് കൊണ്ട് കുറേ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ പോകുന്നതും തോറും ഓരോ പടി ഞാനിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ചന്തു, ധനത് എവിടെ പോയി കിടക്കുകയാണ്? എൻ്റേതായിട്ട് പറയല്ല, നല്ലനോ കണ്ടാണ്ടല്ലോ മമ്മൂട്ടി തന്നെ ആ ഒരു എടുപ്പും ആ ഒരു നടപ്പും ഒക്കെ അതേമാതിരി തന്നെയാ. ചന്തു, ചാന്തു, ഇതെവിടെ പോയി കിടക്കടോ? മതിൽമലാണല്ലേ മോനെ. മോനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പുറത്തിന്റെ ജാനകേർത്തിക്ക് 2 പെട, പിന്നെ ഓൻ നോക്കൂലേ? ഓനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ല പിന്നെ ഇറങ്ങി വാടാ, അല്ലെങ്കിൽ ഞാൻ അരി ചേർന്ന നേരെ തോൻ ഇങ്ങോട്ട് വരുന്നതാണ്. ഓടാ, ഇറങ്ങി വാ, എന്നോട്. നിങ്ങൾക്ക് വേറെ ഒരു കാര്യം നിങ്ങൾ കേൾക്കണം. ഇവന് എൻ്റെ മോളുണ്ട് മിനി, മോള് മറ്റേ ആ പക്ഷിയും മൃഗവും ഒക്കെ എല്ലാം കൂടി വരുന്ന ഒരു ചാനലുണ്ടല്ലോ, അതിലൊരു പരിപാടി കണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ വെൻ്റെ മാതിരി നല്ലൊരു ഉഗ്രം പുകൻ പൂവങ്കോ ഇങ്ങനെ അങ്കവാലിട്ട് ഇങ്ങനെ കളിക്കുന്നു. അത് കണ്ടാൽ പിന്നെ ഭരത് ഗോപിന്റെ മാതിരിയാ, തല 2 വെട്ടിക്കൽ, നല്ലോണം വെട്ടിക്കോ. ഇതാണിക്ക് പിടിക്കാത്തത്. ഇപ്പൊ തുടച്ചിട്ട കൊലായി അത് തൂറിയിട്ടില്ലേ? ഇതിപ്പോ 4ാമത്തെ പ്രാവശ്യം. എന്ത് ചതിക്കാത്ത ഇത് നോക്ക്, കാക്ക കൊത്താൻ നിൽക്കുന്ന നോക്കണേ. ഞാൻ ഫോണെടുത്തും പറഞ്ഞു. ഹലോ, അതിപ്പോ അങ്ങ് കാർ നേരുന്ന ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടോന്നാ പോരെ? ഇതിപ്പോ എല്ലാ പ്രാവശ്യത്തെ പോലെ ആവുമോ? എനക്കറിഞ്ഞൂടെ. ഉണ്ടായ അന്ന് മുതൽ മിനിച്ചേച്ചിന് അവിടെ കുറേ ആൾക്കാർ പെണ്ണ് കാണാൻ വന്നില്ലേ? 10-36 എണ്ണത്തിന് നമ്മൾ എണ്ണാത്തത് ബാക്കി വേറെ. ഇന്നിപ്പോ നരിക്കിനിന്ന് വന്ന് ആ ആലോചന ഉറക്കാൻ പോവുക, ഓല് വരുന്നുണ്ട്. അച്ഛൻ്റെ പൈസ അല്ല മോനെ, എന്നോടിങ്ങി ക്ഷമിക്ക്. ദിനേശ, ചേച്ചിക്ക് വേണ്ടിട്ടല്ലേ മോനെ? ദിനേശ, ഇനിയൊന്നിങ്ങി കൊന്നില്ല. ഹലോ, നിങ്ങളെല്ലാവരും എപ്പോഴാ വരിക? അല്ല എൻ്റെ അപ്പോ, ഇനി പറഞ്ഞില്ലേ ഒക്കെ 32 വയസ്സുണ്ടെന്ന്? എന്നോട് ക്ഷമിക്ക്. കൊന്നാ പാവം, തിന്നാ തീരുന്ന എന്നെ തിന്നിട്ട് എൻ്റെ പാവം തീരണ്ട. ചന്തു,